പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. നന്ദുവിന്റെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ എന്നും നന്ദുവിന്റെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കും എന്നൊരു ഉറപ്പ് നന്ദു കൊടുത്തല്ലോ. അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ച് വളരെയധികം സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കട്ടെ ആദർശ് നയനയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനിയുടെ ഇരിപ്പെല്ലാം കാണുന്ന സമയത്തിന് ആദർശ് ചോദിക്കുന്നത് നീ എന്താടാ സ്വപ്നം കാണുവാണോ എന്ന് ചോദിക്കും. അന്നേരം അനി ഒന്നും മിണ്ടാതെ അങ്ങനെ ചിരിക്കുന്ന സമയത്തിന് നയന പറഞ്ഞത് സ്വപ്നം കാണാൻ മാത്രമല്ല അവന് കവിത എഴുതാൻ അറിയുന്ന ആളല്ലേ, അവൻ കവിത എഴുതാനുള്ള വരികൾ ആലോചിക്കുമായിരിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ വെറും കവിതകളല്ല പ്രണയ കവിതകളായിരിക്കുമെന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ അനി. ആദർശ് അനിയോട് പറഞ്ഞിട്ട് നിന്നെ അടിച്ച ആ സിയെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അയാളെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞിട്ട് നിന്നെ മര്യാദക്ക് ഇരുത്താൻ, നീ ഇനി എന്തെങ്കിലും ചെയ്താൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇനി നീ എങ്ങനെ നന്ദുവിന്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിട്ടോ, നിന്നെ പിടിച്ച് മര്യാദ പഠിപ്പിച്ചോ എന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അങ്ങനെ ഒരു അനുവാദം കൂടെ കൊടുത്തിട്ടാണ് ഏട്ടൻ വന്നത് എന്ന് ചോദിക്കാണ്. ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശൻ താഴേക്ക് വരുന്നുണ്ടായിരുന്നു. അന്നേരം ആദർശ് പറഞ്ഞിട്ട് പിന്നല്ലാതെ നന്ദുവിന്റെ വിവാഹം അയാളുമായിട്ട് ഉറപ്പിക്കാൻ പോവാണ്. ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ആ ബന്ധം ഇഷ്ടമാണ്. പിന്നെ അയാളെ വിവാഹം കഴിക്കാൻ പോകുന്ന അയാളുടെ പെണ്ണിന്റെ പുറകെ നീ നടന്നാൽ പിന്നെ അയാൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കും. അന്നേരം മനി പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമാണോ നിങ്ങൾ ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നയന പറഞ്ഞിട്ട് അവൾക്കും അതിനൊരു പ്രശ്നമില്ല, അവൾ അനിയെ ഓർത്തുകൊണ്ട് മാത്രമാണ് അവളൊന്നും തുറന്നു പറയാത്തത്. അന്നേരം മനി പറഞ്ഞിട്ട് അതിനിപ്പോ നന്ദുവിന്റെ മനസ്സ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പൊ ആദർശ് പറഞ്ഞിട്ട് ഇനി നീ ഏതായാലും ഈ ഒരു കാര്യമായിട്ട് അവളുടെ പുറകെ നടക്കാനൊന്നും നോക്കണ്ട. നന്ദുവിന്റെ കല്യാണം ആ ഒരു സിയയുമായിട്ട് ഞാനും നയനയും തന്നെ മുന്നിൽ നിന്ന് നടത്തും. അത് കാണാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രം നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി ഇതിങ്ങനെ ആദർശ് താക്കീതോട് പറയുന്ന സമയത്തും അനിങ്ങനെ അതൊക്കെ കേട്ടിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദർശ് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ആ കല്യാണം നടത്തും. ഞാൻ അയാളെ കണ്ട് സംസാരിച്ചിരുന്നു, അയാളൊരു മാന്യനായ വ്യക്തിയാണ്. ഞാൻ എന്തായാലും അവരുടെ കല്യാണം നടത്തും. അതുകൊണ്ട് നീ ചുമ്മാ വെറുതെ അവളുടെ പുറകെ നടക്കാനൊന്നും നിൽക്കണ്ട. എന്തായാലും നിന്റെ കരണത്തിട്ട് അയാൾ അടിച്ചതിന് ഞാൻ അയാളെ അപ്രീഷിയേറ്റ് ചെയ്തു. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അതൊക്കെ നിനക്ക് കിട്ടിയത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അനിയോട് ദേഷ്യപ്പെട്ടാണ് ആദർശ്. അങ്ങനെ ആദർശ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് അനി നയനോട് ചോദിക്കുന്നുണ്ട് ഇനി ഏട്ടത്തിക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നയന പറഞ്ഞിട്ട് എല്ലാവർക്കും ആ വിവാഹത്തിനോട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ വിവാഹം തന്നെ നടത്തുള്ളൂ. പിന്നെ ഈ വീട്ടിലൊരു ശല്യമായിട്ട് എല്ലാവർക്കും തലവേദനയായിട്ട് നിന്ന ആളാണ് അനാമിക. അവൾ ഏതായാലും ഈ വീട് ഉപേക്ഷിച്ചു പോയി. ഇനിയെങ്കിലും ഈ വീട്ടിലുള്ളവരൊക്കെ നന്ദുവിന്റെ പേരും പറഞ്ഞ് അനി ഇങ്ങനെ വേദനിപ്പിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഇവരുടെ സംസാരമെല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശൻ അവിടെ നിന്നും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്തിന് നയനയും അവിടെ നിന്നും പോവും. അന്നേരം അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് നന്ദുവിന്റെ മനസ്സ് എന്താണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ആ മനസ്സിൽ എന്താണെന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ പിന്തിരിപ്പിക്കാനൊന്നും ഏട്ടത്തി ഓർക്കണ്ടെന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമായിരിക്കട്ടോ അനി. പിന്നീട് കാണിക്കുന്നത് സിയെ ആയിരിക്കും. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നന്ദുവിനോട് കുറച്ചേരം സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ച് നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്തിന്റെ ഫോൺ എൻഗേജാണ്. അതുകൊണ്ട് തന്നെ സിയയ്ക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് അയാൾ പറയുന്നുണ്ട് അതെ ഞാൻ നന്ദുവിനെ വിളിച്ചു നോക്കി, അപ്പോൾ നന്ദുവിന്റെ ഫോൺ എൻഗേജാണ്. അവൾ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. എന്നെ താനൊന്ന് സഹായിക്കണം. സൈബർ സെല്ലിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു എങ്ങാനും അത് അറിഞ്ഞാൽ പിന്നെ എനിക്കതാകെ നാണക്കേടാവും. തനിക്കാവുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് തനിക്കറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പരിചയക്കാരുണ്ട് എന്ന് പറയുന്ന സമയത്തിന് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നന്ദു ആരെയും വിളിച്ചതെന്ന് എനിക്കറിയണം. താനൊന്ന് കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറയുന്ന സമയത്തിന് കണ്ടുപിടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അയാൾ അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയത്തിന് നന്ദു അറിയുന്നുണ്ട് കേട്ടോ അയാൾ ഫോണിലേക്ക് വിളിക്കുന്നത്. നന്ദു അനിയോട് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ കുറേ തവണയായി എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ തന്നെ അയാൾക്ക് നന്നേ ദേഷ്യം വരും. അയാൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആരെയാണ് വിളിച്ചതെന്ന്. നിന്നെയാണ് ഞാൻ വിളിച്ചതെന്ന് കാര്യം അയാൾ അറിയട്ടെ, എന്നിട്ട് അയാൾ തന്നെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ അനി പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോവാനാണെങ്കിൽ അയാൾ ഇതിനു മുൻപേ തന്നെ ഒഴിഞ്ഞു പോയേനെ. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് അല്ലെങ്കിലും ഈ വീട്ടിലെ എല്ലാവർക്കും അയാളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർക്ക് കണ്ടാലും ഒന്ന് ഇഷ്ടമൊക്കെ തോന്നിപ്പോകും, കാരണം അയാൾ കാണാനും കുഴപ്പമൊന്നുമില്ല, കണ്ടാൽ സുന്ദരനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അനിക്കതൊട്ടും ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് ഫോണങ്ങ് കട്ട് ചെയ്യും. അന്നേരം നന്ദു വീണ്ടും അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്തിന് അനി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അന്നേരം തന്നെ നന്ദു ഒരു വോയിസ് അയക്കുന്നുണ്ട് അനി ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ നീ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ വിളിക്കില്ല എന്ന് പറയും. നന്ദുവിന്റെ വോയിസ് കേട്ടുകൊണ്ട് തന്നെ അനി പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ്. നന്ദു ചോദിക്കുന്നുണ്ട് നീ എന്താ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പോയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അനി ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നീ അയാളെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അത് കേട്ടോണ്ടിരിക്കുന്നത്? വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല, നിന്നെ വിവാഹം അന്വേഷിച്ചു വന്ന നിന്റെ മേലുദ്യോഗസ്ഥനെ അയാളെ പറ്റി നീ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേട്ടിരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നന്ദു ചോദിക്കുന്നതിന് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളുടെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നീ എന്നെ സംശയിക്കുമല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അനി പറഞ്ഞിട്ട് അതെ ഞാൻ സംശയിക്കും, നീ അങ്ങനെ മറ്റാരെയും പുകഴ്ത്തി സംസാരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ആര് വേണമെങ്കിലും പുകഴ്ത്തി പറഞ്ഞോട്ടെ, പക്ഷെ തിരിച്ചാവുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പറയും.
അന്നേരം നന്ദു പറഞ്ഞിട്ട് അതെ എനിക്കും അങ്ങനെ തന്നെയാണ്, നീ വേറെ ആരെയും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതൊന്നും എനിക്കും ഇഷ്ടമല്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും നല്ല സ്നേഹപ്രകടനമായിരിക്കും. എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു സിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നന്ദു പറഞ്ഞിട്ട് എടാ ഇനി അമ്മ സ്പൈ വർക്ക് നടത്തുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് വാതിലിന്റെ പുറകിലൊക്കെ ഒളിച്ചു നിൽക്കും, എന്നിട്ട് ഞാൻ ആരെയാണ് വിളിക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നൊക്കെ പറയാണ്. അന്നേരം അനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ രക്ഷപ്പെടാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം, നീ എന്റെ പേര് മാറ്റി CI എന്നങ്ങ് സേവ് ചെയ്യേ, അതാവുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ, ഫോൺ എടുത്ത് നോക്കിയാലും എന്ന് പറയും. അന്നേരം നന്ദു പറഞ്ഞിട്ട് അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർ തമ്മിൽ കാണുന്ന സമയത്തിന് മോൾ ഇന്നലെ വിളിച്ചായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പിന്നെ പിടിക്കപ്പെടില്ലേ എന്ന് ചോദിക്കും. അപ്പോ ഓ അത് നേരാന്നൊക്കെ പറയും. ഇതിനിടയ്ക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ സിയുടെ കോള് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നന്ദു പറയുന്നുണ്ട് എടാ അയാൾ വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തിന് എങ്കിൽ പിന്നെ നമുക്ക് ഫോൺ കട്ട് ചെയ്യണ്ട, അയാൾ വിളിച്ചുകൊണ്ടേയിരിക്കട്ടെ, നമുക്കിങ്ങനെ തകർത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കാമെന്നും പറയും. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ നേരെ ആദർശിന്റെ മുറിയിലേക്ക് ചെന്ന് കൊടുത്തിനെ ചോദിക്കുന്നത് നീ നിന്റെ അനിയന്റെ മുഖത്തെ പാട് കണ്ടോ, ആ CI അവനെ ഇട്ട് അടിച്ചതാണ്, എന്നിട്ട് നീ ആ CIയെ പോയിട്ട് കണ്ടോ, അവൻ എങ്ങാനും ഇനി നന്ദുവിന്റെ പുറകെ നടക്കുന്നത് കാണുന്ന സമയത്തിന് അവനെ പിടിച്ചിട്ട് ലോക്കപ്പിലിടാമെന്ന് നീ സമ്മതം കൊടുത്തോ, എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് ആണോ മോളെ അവൻ അങ്ങനെയൊക്കെ CIയോട് പോയി പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നയനെ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല, ഞാനും നന്ദുവും കാറിലിരുന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ആദർശ് പറഞ്ഞിട്ട് ഞാൻ അയാളെ പോയി കണ്ടിരുന്നു, ശരിക്കും അയാളുടെ ദേഹത്ത് കൈ വെക്കണം ഓർത്തുകൊണ്ടാണ് ഞാൻ പോയത്, പക്ഷേ അവിടെ ചെന്ന് ഞാൻ അയാളോട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അയാളുടെ ഭാഗത്തും ശരിയുണ്ടെന്ന്, അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് നന്ദു, ആ നന്ദുവിന്റെ പുറകെ ഒരാളിങ്ങനെ എപ്പോഴും ശല്യം ചെയ്ത് നടന്നാൽ പിന്നെ അയാൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അന്നേരത്തെ ദേഷ്യത്തിൽ അയാൾ അങ്ങനെ തല്ലിപ്പോയതാണ്. പിന്നീട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിച്ചപ്പോഴേക്കും അയാൾക്ക് ആകെ കുറ്റബോധം തോന്നി, മുത്തശ്ശനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചല്ലോ എന്നോർത്ത് മുത്തശ്ശനെ ഇവിടെ വന്ന് കാണാനായിരുന്നു അയാളുടെ ചിന്ത. പിന്നെ അയാൾ എന്നോട് സംസാരിച്ചപ്പോൾ അനിയെ തല്ലിയത് ഇഷ്ടമായില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടായെങ്കിൽ എന്നെ വേണമെങ്കിൽ തല്ലിക്കോന്ന് വരെ അയാൾ എന്നോട് പറഞ്ഞു, അത്രയും താഴ്ന്ന അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, മുത്തശ്ശ ഇവന്റെ കയ്യിലും തെറ്റുണ്ട്, ഇവൻ എന്താ ഞാൻ വീണ്ടും ആ നന്ദുവിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ പോകുന്നത്, അതുകൊണ്ടല്ലേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത് എന്നൊക്കെ പറയും ആദർശ്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞിട്ട് ശരിയാണ് നീ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലായിരുന്നു ആ സമയത്ത്, അവന്റെ മുഖത്ത് പാട് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അന്നേരം തന്നെ ഞാൻ അയാളോട് പോയി സംസാരിച്ചു, നന്ദു ബാക്കി പോലീസുകാരെല്ലാം തന്നെ നിൽക്കുന്ന സമയത്താണ് ഞാൻ അയാളോട് പോയി സംസാരിച്ചത്, സാധാരണ ഒരു പോലീസുകാരന് ഈഗോ അടിക്കാൻ ഇതൊക്കെ മതി, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അന്നേരം ആദർശ് പറഞ്ഞിട്ട് അയാൾ ഒരു മാന്യനായ വ്യക്തിയാണ് മുത്തശ്ശ, ഇവളും ഇവളുടെ വീട്ടുകാരൊക്കെ ആ കല്യാണം നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് നന്ദു പച്ചക്കൊടി കാണിക്കണം, നന്ദുവിന് ഈ ഒരു വിവാഹത്തിന് താല്പര്യമാണോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ പിന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സ് മാറ്റിയെടുക്കണമെന്നും പറയും. അപ്പൊ ആദർശ് പറഞ്ഞിട്ട് അതിപ്പോ എങ്ങനെയാണെങ്കിലും ആ വിവാഹം നടക്കും, വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിനെ ഓർത്തുകൊണ്ടു അനി നടക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ, അന്നേരം അവൻ പിന്നെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിച്ചോളും എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറഞ്ഞിട്ട് അല്ലെങ്കിലും അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന വലിയൊരു അപകടമായിരുന്നു അനാമിക, അതിപ്പോ ഏതായാലും ഒഴിഞ്ഞുപോയി, ഇനിയിപ്പോ പയ്യെ ഡിവേഴ്സ് കിട്ടുമായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ അവൻ ശ്രമിക്കുന്നത്, അതേതായാലും നടക്കില്ല, അതിനൊക്കെ ഒരുപാടധികം കടമകൾ കടക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം, ഇനിയിപ്പോ എന്തായാലും 3 വർഷത്തിന് ശേഷമൊക്കെ അവനൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, അതുവരെ അവൻ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവന് നല്ലൊരു ബിസിനസ് ആവട്ടെ എന്നൊക്കെ പറയാണ് മുത്തശ്ശൻ. മുത്തശ്ശൻ പോയതിനു ശേഷം ആദർശ് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനിയിപ്പോ നന്ദുവിന്റെ മനസ്സിൽ അനിയുണ്ടോന്ന് അറിയണം, അനിയുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കണമെന്നൊക്കെ പറയും. അന്നേരം നയന പറഞ്ഞിട്ട് അത് ഉണ്ടോന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് നയന പോവും. ഇതേ സമയത്തിന് ജലജയും ജാനകി ദേവേനയും തമ്മിൽ ഇതിങ്ങനെ സംസാരിക്കാണ്. സ്റ്റേഷനിൽ പോയിട്ട് അനി തല്ല് വാങ്ങിച്ചതിന് ജലജ അവനെ ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്തിന് ജാനകി പറഞ്ഞിട്ട് എന്ത് പറയാനാ, അവനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതുപോലെ കേൾക്കും, എന്നിട്ട് പോലും അവരവനെ നേരെയാക്കി ഉപദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ ദേവേനെ പറഞ്ഞിട്ട് അവനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇതിൽ കൂടുതലൊന്നും നടക്കില്ല, അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണുള്ളത്, നന്ദു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും ജാനകിക്ക് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് ജാനകി പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ജഡമായിരിക്കും എന്നൊക്കെ പറയും. അപ്പോഴായിരിക്കട്ടെ ആദർശ നയനയും അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശനോട് ജാനകി ചോദിക്കുന്നത് അവന്റെ മുഖത്തെ പാട് നീ കണ്ടില്ലേ, നിനക്ക് അവനെന്ന് ഉപദേശിച്ച് നേരാക്കാമേലേ, നിന്നെ അനുകരിച്ചില്ലേ അവൻ നടക്കാറുള്ളത്, അതുകൊണ്ട് നിനക്കെന്താ അവനെന്ന് പറഞ്ഞു ഉപദേശിച്ചാൽ എന്താന്നൊക്കെ ചോദിക്കും. അന്നേരം ഇവനെ അനുകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ ആയതെന്ന് പറഞ്ഞ് ജലജ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും അതിന് ഇവൻ എന്താ കുഴപ്പമെന്നിങ്ങനെ ദേവേനെ ചോദിക്കുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട് അയ്യോ എഴുത്തേക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറയും. അപ്പൊ നയന പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും പലതും വിളിച്ചു പറയും, അന്നേരം അമ്മയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊന്നും അപ്പച്ചി ചിലപ്പോൾ ശരിക്കും ഉണ്ടായെന്ന് വരില്ല. അന്നേരം ജലജ പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ പറയും എന്നൊക്കെ പറഞ്ഞങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്, എങ്കിൽ പിന്നെ അതങ്ങ് പറയാം, അതോടുകൂടെ അതങ്ങ് തീരുമല്ലോ എന്ന് പറയും. അപ്പൊ ദേവയാനി പറഞ്ഞിട്ട് നിന്നെ പോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതൊരിക്കലും ഞങ്ങളുടെ ബലഹീനതയായിട്ട് കാണരുത് എന്ന് പറയും.
അന്നേരം ജാനകി പറഞ്ഞിട്ട് ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എന്റെ മകന്റെ മുഖത്ത് പാട് വീണു. ആ പാട് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇതിനൊരു പരിഹാരം കാണണം. അവൻ ഇങ്ങനെ ഒരു തല്ലുകൊള്ളിയാവാതെ അതിനൊരു പരിഹാരം കാണണമെന്നൊക്കെ പറയും. അന്നേരം ആദർശ് പറഞ്ഞിട്ട് അത് പിന്നെ നന്ദുവിന്റെ വിവാഹം കഴിയുന്നതോടുകൂടി ഏകദേശം ശരിയായിക്കോളും എന്ന് പറയും. അന്നേരം ആ വിവാഹം എങ്ങാനും നടക്കുമെന്നിങ്ങനെ ജാനകി ചോദിക്കുന്ന സമയത്തിന് ആ വിവാഹം ഞങ്ങൾ നടത്തുമെന്ന് പറയണം നയന. നിങ്ങൾ ഏതായാലും ഇവിടെ നിൽക്കണം, നിങ്ങൾ അകത്തേക്ക് കയറിപ്പോയെന്നൊക്കെ പറഞ്ഞ ദേവേനെ ആദർശിനെ നയനയും അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടണ്. ആ സമയത്തിന്റെ ജലജ പറഞ്ഞിട്ട് ആ വിവാഹം ഒരു പക്ഷേ നടക്കുമായിരിക്കും, പക്ഷേ ആ സമയത്ത് നിന്റെ മകൻ ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയില്ല. അത് കേൾക്കുമ്പോൾ ജാനകിക്ക് വല്ലാത്ത വിഷമായിരിക്കും. ഇതേ സമയത്തിന്റെ സി ഐന്റെ അടുത്തേക്ക് ആ ഒരു കോൺസ്റ്റബിൾ വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് സാറിന്റെ സംശയം ശരിയാണ്, നന്ദു മേഡം വിളിച്ചത് ആ പയ്യനെ തന്നെയാണ്. അപ്പോഴേക്കും സി ഐക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചിന്തിക്കുന്നത്, ഓ ഒരു തൊരപ്പൻ, അവൻ ഒരു വിവാഹം കഴിച്ചതിന്റെ പ്രശ്നം തന്നെ ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് അവൻ മറ്റൊരുത്തിയെ ശല്യം ചെയ്യാൻ നടക്കുവാണ്. ഇവനെതിരെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ച് ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന സി ഐ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.